നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഗ്ലാക്സൺ അലക്സ്. ഞാൻ ട്രിവാൻഡ്രത്തുള്ള റുമ കെയർ എന്ന സ്ഥാപനത്തിൽ കൺസൾട്ടൻറ്റ് റുമറ്റോളജിസ്റ്റായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ESR എന്ന എല്ലാവരും കേട്ട് കാണും. ESR എന്താണെന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മുടെ OPയിൽ പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, ഡോക്ടറെ ESR കുറയ്ക്കാനുള്ള മരുന്ന് എഴുതിയിട്ടുണ്ടോ, ESRനുള്ള ചികിത്സ ഇവിടെ ഉണ്ടോ. അപ്പോൾ എന്താണ് ESR എന്ന് ആദ്യം പറയാം. എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ ചുരുക്കപ്പേരാണ് ESR. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ബ്ലഡ് ടെസ്റ്റാണ്. അപ്പം ബ്ലഡ് എടുത്തിട്ട് നമ്മൾ ഒരു ട്യൂബിൽ വെക്കുകയും അത് ക്ലോട്ട് ആവാതിരിക്കാനുള്ള കെമിക്കൽ അതിൽ ആഡ് ചെയ്യുകയും എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ചുമന്ന കോശങ്ങൾ സെഡിമെൻറ്റ് ചെയ്യാൻ, താഴേക്ക് അടിയാൻ എടുക്കുന്ന സമയത്തെയാണ് എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലർക്കും നോർമൽ വാല്യൂ സാധാരണ ഒരു 15 മുതൽ 20 വരെയാണ്. അപ്പോൾ ഇതിൽ കൂടുമ്പോൾ ESR കൂടിയെന്ന് നമ്മൾ പറയും. അപ്പം മെയിൽസിന് ഒരു 15, ഫീമെയിൽസിന് അവരുടെ ഏജ് അനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ വരെ വരാം. പ്രായമായ സ്ത്രീകളിൽ ഒരു 30 വരെ ESR നോർമലായി കണക്കാക്കപ്പെടും. അപ്പോൾ ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രായത്തിൻ്റെ സ്ത്രീകളിൽ അതിൻ്റെ പകുതിയാണ് നമ്മുടെ ESR എന്ന് പറയും. ഇനി ഒന്നാമതായിട്ട് ഞാൻ പറയട്ടെ, ഈ ESR ഒരു അസുഖമല്ല. ESR എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ നീർക്കെട്ട് കാണിക്കുന്ന ഒരു ടെസ്റ്റ് മാത്രമാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ടെസ്റ്റാണ് CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ. അതും ശരീരത്തിൽ നീരിൻ്റെ അളവിനെ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് പരിശോധിക്കാം എന്തൊക്കെ അസുഖങ്ങളിൽ ESR കൂടാമെന്ന്. അപ്പോൾ പ്രധാനമായിട്ട് ഇത് ഇൻഫെക്ഷൻസ് തന്നെയാണ് കൂടുന്നത്. അതായത് നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻ, ലങ്സിൽ ഇൻഫെക്ഷൻ, തൊണ്ടവേദന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ESR സ്വാഭാവികമായി കൂടുകയാണ് കാണുന്നത്. കാരണം ഇതിനകത്ത് ഈ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ ചില പ്രോട്ടീൻസ് ഉണ്ടാകുകയും അതിൻ്റെ ഇത് അടിയാനുള്ള റേറ്റ് പതുക്കെ കുറയുകയും ചെയ്യും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ESR കൂടാം. അപ്പോൾ ഇൻഫെക്ഷനാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ പോലെ മറ്റൊരു അണുബാധ മറ്റുമല്ല. ഇപ്പം വൈറസ്, ബാക്ടീരിയ ഒക്കെ വരുന്നതിനാണ് നമ്മൾ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷനിൽ എന്താണെന്ന് വെച്ചാൽ നീർക്കെട്ടുണ്ട്, പക്ഷേ അണുബാധയില്ല. അപ്പോൾ ഇത് പ്രധാനമായി കാണുന്നത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലാണ്. അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദം, SLE, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സായ SLE, ജോഗ്രൻസ്, സ്ക്ലീറോഡെർമ, മിക്സ് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ, ഇതിലെല്ലാം വരാം. പിന്നെ രക്തവാതത്തിൽ വാസ്കുലൈറ്റിസ്, അതും വാദത്തിൽ വരുന്ന ഒരു ഗണമുള്ള രക്തവാദം, ഈ രക്തക്കുഴലിനെ ബാധിക്കുന്ന ഒരു വാത അസുഖമാണ്. അപ്പം അതിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിലും വരാം ESR കൂടാം. പിന്നീട് ഉള്ള മൂന്നാമത്തെ കാറ്റഗറിയാണ് മാലിഗ്നൻസി. എന്തെങ്കിലും ക്യാൻസർ റിലേറ്റഡ് ആയിട്ട്, പ്രധാനമായിട്ട് ബ്ലഡുകളിലുള്ള ലുക്കീമിയ പോലുള്ളവ, അല്ലെങ്കിൽ മൈലോമ എന്ന് പറഞ്ഞതിലൊക്കെ സാധാരണമായി ESR ക്രമാതീതമായി അധികമായി കാണാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ESR കൂടാം. ചില പ്രായമുള്ളവർക്ക് ESR കൂടാം, അനീമിയ ഉണ്ടെങ്കിൽ ESR കൂടാം, ഹീമോഗ്ലോബിൻ കുറവുണ്ടെങ്കിൽ ESR കൂടാം. പിന്നെ അല്ലാതെ നോർമൽ ചില കണ്ടീഷൻസിലും ESR കൂടാം. ഉദാഹരണം പ്രഗ്നൻറ്റ് ലേഡീസിൽ എപ്പോഴും ഒരു 40-50 റേഞ്ചിൽ ESR കൂടി നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഈ ESR ഒരു അസുഖമേ അല്ല. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ESR എന്ന് വെച്ചാൽ നീർക്കെട്ടിൻ്റെ അളവിനെ കാണിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇതിന് ESR കൂടാനുള്ള കാരണം കണ്ടുപിടിക്കുക. അത് ഇൻഫെക്ഷൻ ആണോ, വാത അസുഖങ്ങൾ കൊണ്ടാണോ, അല്ലാതെ മാലിഗ്നൻസി പോലത്തെ ക്യാൻസറസ് ആയിട്ട് എന്തെങ്കിലും ആണോ, TB പോലത്തുള്ള ഇൻഫെക്ഷൻസിലൊക്കെ ESR എപ്പോഴും ഹൈ ആയിട്ടിരിക്കാം. അപ്പോൾ ഇതൊരു ഡോക്ടറെ കാണിച്ച്, ഒരു ഫിസിഷ്യനെ കാണിച്ച് പരിശോധന നടത്തി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ESR, പക്ഷേ ആളുകൾ എന്താ പറയുന്നത്, അതിന് വേറെ മാനങ്ങളാണ്. ESR ഒരു അസുഖമാണെന്ന് ധരിക്കുകയും അത് കുറയാനുള്ള മരുന്നുകൾ അനാവശ്യമായി എടുക്കുകയും ഒക്കെ ഒരുപാട് കാണാറുണ്ട് ക്ലിനിക്കൽ പ്രാക്ടീസിൽ. അപ്പോൾ നിങ്ങൾ ESR കൂടാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് ഡോക്ടറോട് ആവശ്യപ്പെടുകയോ ചെയ്യുക ഇപ്പോൾ ESR കൂടുതലായി കാണുകയാണെങ്കിൽ. പിന്നെ വളരെ കോമൺ ആയിട്ട് ആളുകൾ ചോദിക്കുന്നതാണ്, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ എന്ത് ഭക്ഷണമാണ് ESR കുറയ്ക്കാൻ കഴിക്കേണ്ടത്? അങ്ങനെ വ്യക്തമായ പഠനങ്ങളിൽ ഇന്ന ഭക്ഷണം കഴിച്ചാൽ കുറയുമെന്നില്ല. എന്നാലും റീസെൻറ്റ് സ്റ്റഡീസിൽ ഉള്ള നമ്മൾ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, വൈറ്റമിൻ A, C, E, അതായത് omega-3 ഫാറ്റി ആസിഡ്, അങ്ങനത്തത്, കുർക്കുമിൻ, പെപ്പർ മുതലായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശരിക്കും
ഈ ഇൻഫ്ലമേഷൻ്റെ അളവ് കുറയുമെന്ന് ചില പഠനങ്ങളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫെയറബിൾ ആവാം. അപ്പം ചിലവർക്ക് അത് കഴിച്ചിട്ട് ESR ഒക്കെ കുറയുന്നതും കണ്ടിട്ടുണ്ട്, മറ്റ് കാരണങ്ങളില്ലെങ്കിൽ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവസാനമായി ESR കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറെ കണ്ട് അത് എന്ത് കാരണം കൊണ്ടാണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ESR കുറയും. അല്ലാതെ ESRനായിട്ട് പ്രത്യേകം മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല.